أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ധ്യായം 111 സൂറത്തുൽ ലഹബ്. ഈ സൂറത്തിൻ്റെ വിശദീകരണമാണ് ഇനി നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മക്കി സൂറത്ത് എന്ന് പറയുന്നു. ഈ ഒരു കാര്യത്തിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഈ സൂറത്തിൻ്റെ അവതരണ സമയത്തെക്കുറിച്ച് അല്ലാമ സിയൂത്തി തൻ്റെ ഗ്രന്ഥമായ തഫ്സീർ ഇത്ഖാനിൽ പറയുന്നത്, ഈ സൂറത്ത് അവതരിച്ചത് അഞ്ചാമതായിട്ടാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രകാരം ഒന്നാമതായി അവതരിച്ച സൂറത്തുൽ അലക്കാണ്. അതിനുശേഷം രണ്ടാമതായി അവതരിച്ച സൂറത്തുൽ കലമും, മൂന്നാമതായി സൂറത്തുൽ മുസമ്മിലും, നാലാമതായി സൂറത്തുൽ മുദസ്സിറും, അങ്ങനെ അഞ്ചാമതായി സൂറത്തുൽ ലഹബ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സൂറത്തിൻ്റെ ക്രമത്തെ സംബന്ധിച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ലഹബ് പരിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ സൂറത്താകുന്നു. കാരണം നമ്മുടെ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വന്നിരുന്ന വിഷയം അത് ഇതോടെ അവസാനിക്കുകയാണ്. ഇതിന് ശേഷമുള്ള 3 സൂറത്തും പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു സംഗ്രഹമാണ്. കഴിഞ്ഞ സൂറത്തുമായി ഇതിന് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. അതായത് സൂറത്തുൻ നസറിനായിട്ട് ഇതിന് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. അവിടെ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിജയങ്ങളെല്ലാം തന്നെ നിന്റെ ജീവിതകാലത്തേക്ക് മാത്രമായി പരിമിതമാക്കിയതല്ല, മറിച്ച് ഈ വിജയങ്ങളുടെ കവാടങ്ങൾ നിന്റെ കാലത്തിന് ശേഷവും തുറന്നിരിക്കുന്നതായിരിക്കും. ഏതുവരെയെന്നാൽ ഇസ്ലാം ലോകമെമ്പാടും വിജയം കൈവരിക്കും. സൂറത്തുൻ നസറിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലഹബിൽ സൂറത്തുൻ നസറിൻ്റെ ആ വിഷയത്തെ പൂർത്തിയാക്കിക്കൊണ്ട് പറയുകയാണ്, ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നാം നിനക്ക് നൽകുന്നത്, മറിച്ച് അതോടൊപ്പം തന്നെ ഞാൻ നിനക്ക് ഈ ഒരു സുവാർത്തയും കൂടിയും നൽകുകയാണ്. അഥവാ ആരെങ്കിലും ഇസ്ലാമിനെ മായ്ച്ചു കളയാനായിട്ട് അക്രമം അഴിച്ചുവിടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അക്രമിയെ നശിപ്പിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അവനെ പിന്തുണയ്ക്കുന്നവരെയും അള്ളാഹു നശിപ്പിക്കുന്നതായിരിക്കും എന്ന് ഇവിടെ അള്ളാഹു അറിയിക്കുന്നു. ഇസ്ലാമിനെതിരെ അങ്ങനെയുള്ള അക്രമം അഴിച്ചുവിടാൻ പോകുന്ന അത്തരക്കാരെ ഈ സൂറത്തിൽ അബൂലഹബ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആ അക്രമികളെ പിന്തുണയ്ക്കുന്നവരെ ഭാര്യയായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. അതായത് അബൂലഹബ് എന്നതുകൊണ്ട് കുഫറിൻ്റെ നേതാക്കന്മാരും, ഭാര്യ എന്നാൽ അവരുടെ അനുയായികളും എന്നാണ് പറയുന്നത്. ഏതുപോലെ എന്നാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികളെയാണ്. യഥാർത്ഥത്തിൽ ഈ സൂറത്തുൽ നസറിൽ പരാമർശിച്ച വിഷയത്തിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇവിടെ വിഷയം വന്നിരിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തിന് ശേഷവും വിജയത്തിൻ്റെ കവാടങ്ങൾ തുറന്നിരിക്കുന്നതിനാൽ എപ്പോഴും സമാധാനം നിലനിൽക്കുമോ എന്ന ചിന്ത സ്വാഭാവികമായും ഹൃദയത്തിൽ വരാം. കാരണം പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു ശക്തനായ ശത്രു വരികയും ഇസ്ലാമിനെ ആക്രമിക്കുകയും അതിൻ്റെ ആധിപത്യം അവസാനിപ്പിക്കുകയും ചെയ്താൽ, അങ്ങനെയായാൽ ഈ താൽക്കാലിക ആധിപത്യം കൊണ്ട് എന്താണ് പ്രയോജനം? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം സൂറത്തുൽ ലഹബിൽ വന്നിരിക്കുന്നു. പറയുന്നു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാര്യം നന്നായി മനസ്സിലാക്കുക. ഇസ്ലാം വിജയം കൈവരിക്കും എന്ന് മാത്രമല്ല, മറിച്ച് അതിൻ്റെ വിജയം ശാശ്വതമായിരിക്കും. അഥവാ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ശത്രു വരികയും ഇസ്ലാമിന് മേൽ അക്രമം അഴിച്ചുവിടുകയും അതിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയും ചെയ്താൽ, അല്ലാഹു തആല തന്നെ മഹത്തായ ശക്തിയാൽ അങ്ങനെയുള്ള ശത്രുവിനെ നശിപ്പിക്കുകയും ഇസ്ലാമിൻ്റെ ദൗർബല്യം നീക്കുകയും പിന്നീട് അതിൻ്റെ ആധിപത്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ഇസ്ലാമിൽ ഒരു ദൗർബല്യമുണ്ടായാൽ അത് അല്പസമയത്തേക്ക് മാത്രമായിരിക്കും.
അതിനുശേഷം ഇസ്ലാമിൻ്റെ സൂര്യൻ വീണ്ടും ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കും. അതുപോലെ തന്നെ ഈ സൂറത്തിന് സൂറത്തുൽ കൗസറിനുമായിട്ടും ഒരു ബന്ധമുണ്ട്. സൂറത്തുൽ കൗസറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 2 വാഗ്ദാനങ്ങൾ പറയുകയുണ്ടായി. ഒന്ന്, വളരെ വലിയൊരു ജമാഅത്ത് അദ്ദേഹത്തിന് നൽകുന്നതാണ് എന്ന് വാഗ്ദാനം നൽകുകയുണ്ടായി. രണ്ടാമത്തത്, അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുമെന്ന വാഗ്ദാനമായിരുന്നു. ആദ്യ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം സൂറത്തുൻ നസറിലും രണ്ടാമത്തെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം സൂറത്തുൽ ലഹബിലും പരാമർശിച്ച് വന്നിരിക്കുന്നു. ഇസ്ലാമിൻ്റെ വളരെ ആദ്യകാലത്ത് തന്നെ ഈ സൂറത്ത് ഇറക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. നിങ്ങൾ യാതൊരു കാരണവശാലും ദുർബലരാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ്. കാരണം നിങ്ങളുടെ സഹായി വളരെ ശക്തനായ ദൈവമാണ്. അവൻ്റെ ആഗ്രഹപ്രകാരം ഭൂമിയിലെയും ആകാശത്തിലെയും കണികകൾ നീങ്ങുന്നു. അതിനാൽ നിങ്ങളെ എതിർക്കുന്നവർ അപമാനിക്കപ്പെടുകയും നാശത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ സൂറത്തുൻ നസറും സൂറത്തുൽ ലഹബും ഉമ്മത്തിലേക്കുള്ള അവസാനത്തെ 2 സന്ദേശങ്ങൾ പോലെയാണ്. ഒന്ന്, കൂടുതലായ വിശ്വാസത്തിലേക്കും വിശ്വാസത്തിലെ വളർച്ചയിലേക്കും നയിക്കുന്നതാണ്. മറ്റൊന്ന്, അവിശ്വാസത്തിൻ്റെ നാശത്തിലേക്കും മനസ്സിനെ ചലിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ദർസുകളിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.